ഇല്ലാത്ത ആള് ഇവിടെ ഇനിയിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് മഖബറ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞൂടാ. മരിച്ചത് മുതൽ മയ്യത്തിന് കടിവലിയായിരുന്നു. ആ കാര്യം ഈ കാന്തപുരത്തിന്റെ ഉപ്പും ചോറും നിന്ന് വളർന്ന അസൻ സഖാഫി പൂക്കോട്ടൂര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളിയും. ഞാൻ ഇന്നലെ മടവൂര് CM വലിയുള്ളാഹി തങ്ങൾ മഖാമിന്റെ പരിസരത്ത് സമസ്തയുടെ ജില്ലാ സമ്മേളനം അവിടെ ചെന്നപ്പോൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന കഥ. പ്രധാനമായിട്ടും CM വലിയുള്ള വഫാത്താൻ കാത്തിരിക്കാൻ ഇവർ കച്ചവടം തുടങ്ങാനും പ്രശ്നം തുടങ്ങാനും CM വലിയുള്ള വഫാത്തായപ്പോഴേക്കും കോഴിക്കോട് നിന്ന് മയ്യത്ത് നേരെ മടവൂരിൽ കൊണ്ടുപോകുമ്പോൾ മർക്കസിലേക്ക് കയറ്റാൻ നോക്കിയാൽ സമ്മതിച്ചില്ല. മുഅ്മിനീങ്ങൾ സമ്മതിച്ചില്ല. നേരെ കൊണ്ടുപോയി അവിടെ ചെന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മൗലവി ഇമാമുക്കാർ താല്പര്യം കാണിച്ചുകൊണ്ട് ഒരാൾ അനൗൺസ് ചെയ്തു. അടുത്തത് നമ്മുടെ CM വലിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനും ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ഒരാൾ. അന്നേരം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അബൂ മൗലവി അമ്പലക്കണ്ടി പ്രവർത്തന അദ്ദേഹം വേഗം ബൈക്കിൽ പിടിച്ചിട്ട് പറഞ്ഞു, അല്ല പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തുകയാണ്. പിന്നെ ആൾക്കാർ ആരെ കാത്തിരിക്കുക? അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് നിന്ന് ബഹുമാനപ്പെട്ട CM വലിയുടെ പേരിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇമാമായി മയ്യത്ത് നിസ്കരിച്ചപ്പോ അവിടെ മഹ്മൂമായിരുന്നു AP അബൂബക്കർ മൗലവി. കോഴിക്കോട് മഹ്മൂമായിരുന്നു. അയാൾ പിന്നെ രണ്ടാമത് ഇമാമൊക്കെ വേണ്ടി മടവൂർക്ക് വരാൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിൽക്കാലത്ത് CM വലിയുടെ മയ്യത്ത് നിസ്കാരത്തിന് ഇയാൾ നേതൃത്വം കൊടുത്തു പറയാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വേറെ പ്രശ്നം. അതെന്താ? CM വലിയുടെ ഖബർ ഒരു പ്രത്യേകമായ സ്ഥലത്താക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കുഴി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ തീരുമാനിക്കുന്നത്. കുഴി അല്പം കഴിച്ചപ്പോഴേക്ക് വെള്ളം കാണാൻ തുടങ്ങി അവിടെ. അതിനെന്ത് ചെയ്യും? മാറ്റിക്കളക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോഴേക്ക് CM വലിയുടെ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞയച്ചു, ബാപ്പാന്റെ അടുത്ത് തന്നെ ഖബർ വേണം, വേറെ എവിടെയും കൊണ്ടെങ്കിൽ ഖബർ ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മടവൂർ പള്ളിന് സമീപത്ത് ബാപ്പ കിടക്കുന്ന അവിടെ തന്നെ ബഹുമാനപ്പെട്ട CMന്റെ ഖബറും അവിടെ തന്നെ വന്നു. അങ്ങനെ ആ പള്ളിയും ആ മക്കാവും ഒക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പരിപാലനത്തിലാണ്. സമസ്തയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പരിപാലിക്കുമ്പോൾ അവിടെ വരുന്ന മോമിനിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടി മാത്രം, പണം വാങ്ങാൻ വേണ്ടി മാത്രം കുറച്ച് ആളുകൾ കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു പിരിവിന്റെ മക്കാവ് വേറെ ഉണ്ടാക്കി. CM വലിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ പൈസ കൊടുക്കണ്ട. എവിടെ കൊടുക്കേണ്ടത്? ഇവരെ കൗണ്ടറിൽ കൊടുക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പൊ അടുത്ത ദിവസം എന്താ ചെയ്തത്? നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ നാട്ടുകാരാകുന്ന ആളുകളും ഒക്കെ കൂടിയിട്ട് ബഹുമാനപ്പെട്ട CM വലിയുടെ മഖാമിലേക്ക് വരുന്ന ആ സ്ഥലത്ത് നല്ല ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ആ ഗേറ്റിലൂടെ വരികയാണെങ്കിൽ പിന്നെ ഇവരെ കയ്യിൽ പൈസ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ആ ഒരു പുതിയ ഗേറ്റ് സ്ഥാപിച്ചപ്പോ ഇപ്പൊ വലിയ ശല്യമായപ്പോ സിറാജ് പത്രം സ്ഥിരമായ ലേഖന എന്നാണ് വലിയ ഗേറ്റ് ഉണ്ടാക്കലൊക്കെ അവൾ തൂർത്താണ്, അത് ആഡംബരമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ബഹുമാനപ്പെട്ട ഔലിയാവിനെയും ഇങ്ങനെ ഒരാൾ മരിക്കാൻ അങ്ങനെ മയ്യത്ത് മർക്കത്ത് കയറ്റാൻ നോക്കി അയച്ചില്ല. കാന്തപുരം ഇമാമുക്കെന്ന് പറഞ്ഞു നോക്കി അയച്ചില്ല. ഖബർ ഒരു റൂട്ടിൽ അപ്പുറത്തും കളിച്ചു ഇപ്പുറത്തും കളിച്ചു. അവസാനം ഈക്കക്കാരുടെ ചിഹ്നബലം കൊണ്ടും സംഘബലം കൊണ്ടും മയ്യത്ത് പിടിച്ചു വാങ്ങി മഖാം വലുതാക്കി. പക്ഷേ ഇപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു പിരിവ് സെന്റർ വേറെ ഉണ്ടാക്കി, CM സെന്റർ. അപ്പൊ മറ്റോലെന്താക്കി? അപ്പുറത്ത് വലിയ ഗേറ്റ് വെച്ചിട്ട് അവർക്ക് പിരിവ് കൊടുക്കാത്ത മാതിരി ചെല്ലണോനെ നേരെ അങ്ങനത്തെ മക്കാമിക്ക് എത്തിക്കാണ്ട് വേറെ പണിയെടുത്തു എന്നാ പിന്നെ പറയണത്. ചുരുക്കി പറഞ്ഞാൽ ഈ മയ്യത്ത് കച്ചവടം തന്നെയാണ് സമസ്ത APEക്ക് ആന ടൈഗർ ഒക്കത്തിനുള്ളത്.